ചേരിങ്കിൽ പാടത്ത് ഇപ്പോൾ ഇന്ന് ഈ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിതച്ച നെൽകൃഷി അത് ഉപ്പുവെള്ളം കെട്ടി നശിപ്പിക്കാന്ന് വെച്ചാൽ ഭരണകക്ഷികളാണ്. ആ ഭരണകക്ഷി ചെയ്യുന്ന ഒരു കാര്യം നശിപ്പിച്ചിട്ട് ഇതിൽ ഭരണകക്ഷിക്ക് ഇത് ചോദ്യം ചെയ്യാനില്ലേ, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാനില്ലേ എന്നുള്ള എനിക്ക് പറയാനുള്ളത്. കാരണം അപ്പം ഈ സർക്കാരിൻ്റെ ഒരു നയം തന്നെയാണ് ഒരു നെല്ലും ഒരു മീനും. അത് കർശനമായിട്ട് നടക്കിയാൽ നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്, ജനങ്ങൾക്കും നല്ലതാണ്. അത് നമ്മളിങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ വേണ്ട. അത് ഈ രാഷ്ട്രീയ അതിപ്രസരമാണ്. കാരണം ഈ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ അതിപ്പോൾ ഇടതുപക്ഷമായാലും UDF ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് നേതാക്കം അവർക്ക് ചില്ലറ ചെമ്മീൻ വളർത്തുകാർ മീൻ വളർത്തുകാർക്ക് നല്ല കാശ് കിട്ടും. അത് അവരുടെ പോക്കറ്റിട്ട് കഴിയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ലാഭം കിട്ടാൻ വേണ്ടി അയാളുടെ സിബന്ധികളായിട്ടുള്ള കുറച്ച് ആളുകളെയും കൂടി പോറ്റി വളർത്തുന്ന ഒരു പ്രസ്ഥാനം മാറി അത് ഈ സർക്കാരിൻ്റെ ഒരു നെല്ലും മീനും. ഇതിൽ ഇവർ 2 സബ്സിഡി പോലും മേടിക്കുന്നുണ്ട്. ഒന്ന് നെൽകൃഷി ആ സമയത്ത് എന്തെങ്കിലും വരച്ച് അതിനു വേണ്ടിയായിരിക്കും ചെയ്തേക്കണത്, അതിൻ്റെ സബ്സിഡി മേടിക്കും. അതുകൂടാണ്ട് മത്സ്യകൃഷി നടത്തുന്നതിന് സബ്സിഡി കിട്ടും. ഈ 2 സബ്സിഡിയും ഒരു വ്യക്തിയുടെ പോക്കറ്റിലാക്കി അതിൻ്റെ പാടശേഖര കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. ഈ പാടശേഖര കമ്മിറ്റി എന്തിനുള്ളതാണ്? ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ പാടം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായി? നെൽകൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് പാടം. ആ പാടശേഖരത്തിൽ നമ്മുടെ ഇവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് 6 മാസത്തേക്ക് മീൻ കടത്തി ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനായിട്ട് പ്രകൃതിയിൽ എന്ത് ചെയ്യും, നല്ല ശുദ്ധമായ ജലമാണ്. ആ സമയത്ത് ആ ശുദ്ധജലവും ഉപ്പുവെള്ളം കൂടി യോജിച്ചാൽ ഇതിൽ നല്ല മീൻ കൃഷി നടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് ആളുകളുടെ ഉപജീവനം നശിപ്പിച്ചുകൊണ്ട് ഇപ്പം കൃഷിയുടെ കാര്യം പറഞ്ഞു, അവിടെ പച്ചക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞു, പിന്നെ ഇവിടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ വീട്ടിലെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയേക്കണാണ്, ആരാണെന്നറിയില്ല, അയാൾ ഇവിടുത്തെ ആളാണെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് ഇവിടെ വീടുകളെല്ലാം മറ്റേ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാണ്. അത് നമ്മുടെ എന്തെന്ന് പറയും, വരമ്പുകൾ. ഈ വരമ്പുകൾ വെള്ളത്തെക്കാളും താഴെയാണ് ഈ വീട് വെച്ചേക്കണത്. അതുകൊണ്ടാണ് ഇത് എള്ളിപ്പോണത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടുന്ന് പോകാനാ പറഞ്ഞ പുള്ളി. എനിക്ക് മനസ്സിലായത് അങ്ങനെ. കാരണം ഇവിടെ ഉള്ളവർക്ക് ഇവിടെ വീട് വെച്ച് താമസിക്കണ്ടേ, അല്ലാണ്ട് അതിന് പകരം ഇതിന് താഴെയാണെങ്കിൽ അതിന് പരിഹാരം സർക്കാർ ചെയ്ത് കൊടുക്കട്ടെ, ഉയർത്തി തറ വെച്ചുകൊണ്ട് വീട് വെച്ച് കൊടുക്കട്ടെ. അല്ലാണ്ട് ഈ സാധാരണക്കാരന് എവിടെ നിന്നാണ് 3, 4, 5 ലക്ഷം സർക്കാർ കൊടുക്കുന്നതിന് 4 ലക്ഷം രൂപ, പിന്നെ അത് വെച്ച് ഉള്ള സ്ഥലത്തല്ലേ വീട് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മുട്ടാന്യായങ്ങൾ പറഞ്ഞ് ഈ പ്രകൃതിയെയും ജനങ്ങളെയും നശിപ്പിക്കണേ. അപ്പൊ ഇവനൊക്കെ ചോദ്യം ചെയ്യേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾ ശക്തമായിട്ട് നിൽക്കണം. ഇവിടെ രാഷ്ട്രീയ വേർതിരിവ് പാടില്ല. രാഷ്ട്രീയക്കാരുണ്ടാകും, അതിപ്പോൾ പലർക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ രാഷ്ട്രീയതര മതേതര കാഴ്ചപ്പാടാണ് ഇതിൽ പുലർത്തേണ്ടത്. എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രതികരിക്കണം. നിങ്ങൾ ഓരോരുത്തരും കിട്ടണ പാർട്ടി വെച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രതികരിക്കണം. അല്ലാണ്ട് ഇപ്പം അനിലിൻ്റെയും അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ബാധകമല്ലേ ഇത്? പിന്നെ അവൻ്റെ ഒരു ചായ അല്ലെങ്കിൽ അവൻ്റെ ഇത്തിരി മദ്യമായി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കുന്ന അത് അടിച്ചോടിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഈ എപ്പോഴും ഇപ്പം ഈ പച്ചക്കറിയും ഇല്ല നെല്ലും ഇല്ലെങ്കിൽ ഈ ചെമ്മീനും മാത്രം കഴിച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റുമോ? അതെല്ലാം വേണം, ഇതെല്ലാം വേണ്ടെന്നല്ല. അപ്പം അതുകൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് വരുവാ ഇല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് നീലകണ്ഠ സാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നീലകണ്ഠ സാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശക്തമായ ഒരു പ്രക്ഷോഭം നമുക്ക് നടത്തണം. പിന്നെ ഈ കക്ഷികളുടെ പേരിലേ നമ്മള് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഏതോ ഒരു കക്ഷിയാണ് ഇത് നശിപ്പിച്ചെന്ന് പറഞ്ഞു. വേറെ ഞാൻ കേട്ടത് ഉദയനെന്നാറ്റേ, എനിക്കറിയില്ല കക്ഷിനെ, കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാകും. അപ്പൊ ആ ഉദയൻ എന്ന് പറയുന്ന കക്ഷിക്ക് ഇത്രയും വീര്യം വരാൻ എന്താ? നിങ്ങൾ ഇത്രയും ഞാൻ ചൂടെ ഒരു 500 പേര് ഇപ്പുറത്തും 3-4 പേര് അവിടെ നിന്നാലേ അവർ നമ്മൾ ആക്രമിക്കാൻ വന്നാൽ എന്താ ചെയ്യണത്? നമ്മൾ പ്രതികരിക്കണം. നമ്മൾ അതിനെ അല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവനോ കാണുമ്പോൾ അതേ രീതിയിലുള്ള പ്രതികരണം നിങ്ങൾ നടത്തണം. മനസ്സിലായി? അങ്ങനെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ യോങ്കുടി ഫ്രാൻസിസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന അദ്ദേഹം പ്രകൃതിയോടുള്ള താല്പര്യം ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ഇതിൽ നടക്കുന്നത്. ഞാനൊക്കെ കണ്ട അപ്പം പ്രതികരിക്കും. എൻ്റെ ഒരു സ്വഭാവത. എത്ര സ്നേഹമുള്ള ഈ കൂട്ടത്തിലുണ്ടെങ്കിലും തെറ്റായ കാര്യം കണ്ട അപ്പം പ്രതികരിക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അത് വന്നതെല്ലാം നേരിടാനും നമ്മൾ തയ്യാറായിട്ടാണ്. കാരണം അപ്പോൾ സാധാരണ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ താല്പര്യം. അപ്പം നിങ്ങളും കൂടി ഇത് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഈ എന്ത് സംഭവിക്കും വെച്ചാൽ നമ്മളിങ്ങനെ ഈ വായിട്ടലക്കൽ മാത്രമായിരിക്കും നടക്കുന്നത്. അപ്പോൾ വരുന്ന ഇപ്പോൾ നീലകണ്ഠ സാറുണ്ട്, രജികുമാർ സാറുണ്ട്, അച്ഛനൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ വരുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്കും അവരുടെ മതമുണ്ട്. അവരെ മതം തടസ്സപ്പെടുത്തും.
അതുപോലെ മറ്റുള്ളവരുണ്ട്, അവർക്കും അവരുടെ രാഷ്ട്രീയം പോകണ്ട എന്ന് പറയും. പക്ഷെ അതിനെ അതിജീവിച്ച് വന്നവരാണ് ഇവിടെ വന്നവർ, അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നിങ്ങൾ ഈ ചേരിങ്കിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഇത്തരം എപ്പോഴും നമ്മൾ വാവിട്ട് കരയുക, അവൻ പിന്നെ അവൻ്റെ പണി ചെയ്യും. അത് വരാതിരിക്കാനുള്ള സമ്മർദ്ദം നിങ്ങൾ ഓരോ ഭാഗത്ത് വെച്ച് ഇവരെ കാണുമ്പോൾ ശക്തമായിട്ട്, നിങ്ങൾ CPM ആണെങ്കിൽ ആയിക്കോട്ടെ, കോൺഗ്രസ് ആണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ നേതാക്കം വരുമ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യം ചെറുത് തന്നെ, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറ്റരുത്, ചങ്ങരത്തിൻ്റെ അകത്ത് ഇവനൊക്കെ ഒന്നും കയറ്റരുത്. മനസ്സിലായി? അങ്ങനെ പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം വിജയിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നിങ്ങളുടെ ഐക്യത്തോടു കൂടി, ഈ ഐക്യം പൊളിക്കാനും കുറേ പേര് നടക്കും. അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കൂടെയുള്ളവർ തന്നെ ഇത് പൊളിക്കാനായിട്ട് നടക്കും. അത് അനിലിന് എന്തെങ്കിലും ഗുണമുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും, അത് അങ്ങനെയൊക്കെ പറഞ്ഞത് പൊളിക്കും. ആ പൊളിക്കലെന്ന് നിങ്ങൾ നിൽക്കരുത്. അവരെല്ലാവരും അവർക്കും കൂടി നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളി വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഐക്യമത്യമാണ് മഹാബലം, പ്രതികരണ ശേഷിയാണ് ഈ എല്ലാത്തിൻ്റെയും മുന്നിലുള്ള പോക്കിൻ്റെ ആധാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും ഉണ്ടാകട്ടെ. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ഈ ഇത്തരം സമരമുറകളിലും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ്.